പാല മാനേജ്മെന്റ് അസോസിയേഷന്റെയും എഞ്ചിനീയേഴ്സ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ സെമിനാറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു. നമുക്കറിയാം, ഈ വേസ്റ്റ് ഇന്ന് ലോകത്തിന് തന്നെ ഒരു തലവേദനയാണ്. ഈ വേസ്റ്റ് ഓരോ വീടുകളിൽ നിന്നും വില കൊടുത്ത് കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി പാല നഗരസഭ ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും നമ്മുടെ നഗരത്തിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല. അത് നമ്മളുടെ പാലായുടെ മാത്രം വിഷയമല്ല, ഞങ്ങൾ ചെയർമാൻമാരുടെ മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങൾ നിരന്തരം സംസാരിക്കുന്ന ഒരു കാര്യവുമാണ്. ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ ഇതിനു വേണ്ടി ആവിഷ്കരിക്കുന്നുണ്ട്. എങ്കിലും അത് പൂർണ്ണതയിലെത്തുവാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല എന്നൊരു ദുഃഖ സത്യം മാത്രമാണ്. നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നല്ല ഒരു വിങ്ങാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിങ്ങാണ് പാല നഗരസഭയ്ക്കുള്ളത്. അവരിൽ ഒരു ബഹുഭൂരിപക്ഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇത് തീരുന്നില്ല. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്, പാല മാനേജ്മെന്റ് അസോസിയേഷൻ്റെയും അതുപോലെ എഞ്ചിനീയറിംഗ് ഫോറത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ അതിവിദഗ്ധമായ രീതിയിൽ ശ്രീ ഹരികുമാറിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന അത്യാധുനിക രീതിയിലുള്ള സംവിധാനം പാലായിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾ പാലാ നഗരസഭയുടെ പേരിൽ ഞാൻ ഈ രണ്ട് അസോസിയേഷൻ PMAയും അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ഫോറത്തിനെയും അവരോടൊപ്പം പ്രവർത്തിക്കുന്ന എഞ്ചിനീയർ ഹരികുമാറിനെയും ഞാൻ നഗരസഭയുടെ പേരിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുവാൻ കൂടി ഈ സമയം ഉപയോഗിക്കുകയാണ്. പാല എഞ്ചിനീയേഴ്സ് ഫോറം പ്രസിഡന്റ് ക്യാപ്റ്റൻ ബാബു ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. PMA പ്രസിഡന്റ് മായ രാഹുൽ സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ സെലിൻ ജോസഫ് നന്ദിയും പറഞ്ഞു. മുഖ്യ പ്രഭാഷണവും പ്രോജക്ട് പ്രസന്റേഷനും ഹരികുമാർ നിർവഹിച്ചു. ശരിക്കും നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു വരുന്നതനുസരിച്ച് മാലിന്യത്തിൻ്റെ ക്വാണ്ടിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. അതൊരു ഫാക്റ്റാണ്. അപ്പം നമ്മൾ എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ പറ്റും? ഈ മാലിന്യത്തിനെ കുറയ്ക്കുക എന്നുള്ളത് നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ ഈ ജനറേറ്റ് ചെയ്യുന്ന മാലിന്യത്തിനെ നമുക്ക് എങ്ങനെ അത് വേർതിരിച്ച് എങ്ങനെ അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്, ഇതൊന്നും മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൻ്റെ കാറ്റഗറി വരുന്ന വേസ്റ്റ് അല്ല. ഇത് ഒഴിവാക്കി ബാക്കിയുള്ള വേസ്റ്റുകളെയാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. പരിസ്ഥിതി മലിനീകരണത്തിന് ശാശ്വത പരിഹാരമായി കരജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് വൈദ്യുതിയോ CNGയോ ആക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യകളുമായി ഒരു പ്ലാന്റ് മീനച്ചിൽ താലൂക്കിൽ സ്ഥാപിക്കുക എന്ന ആശയവുമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് പ്രവർത്തനം ആരംഭിച്ച വേസ്റ്റ് ടു എനർജി പ്ലാന്റ് മാതൃകയാക്കി പുതുസംരംഭത്തിന് തുടക്കമിടുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ആരോഗ്യവകുപ്പ് പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു.